വീശൻ സാറേ, ഈ കഷ്ടകാലം വടിയും കുത്തി വരുന്ന പോലെ ഈ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. അപ്പാടെ രണ്ടോ മൂന്നോ സ്റ്റേറ്റേ ഉള്ളൂ അവരുടെ കയ്യിൽ. ഒരെണ്ണം കൂടി ഇപ്പോൾ പോവും. അതിൻ്റെ തീരുമാനമൊക്കെ ആയി. അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത വളരെ വ്യക്തത വരുത്തി വരത്തില്ല. കാരണം ഹേമന്ത് സോറൻ, ഷിബു സോറൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രി, അല്ലെങ്കിൽ അത്തരത്തിൽ JMM BJPയുടെ കൂടെ കൂടി പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള തീരുമാനം. അതിനുവേണ്ടി അദ്ദേഹം കുറേ ദിവസമായിട്ട് ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പനയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ എനിക്ക് പരിഗണന ബീഹാറിൽ കിട്ടിയില്ല. ഒരുപക്ഷെ ശരിയായിരിക്കാം, എന്നെപ്പറ്റി എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നുമല്ല കാര്യം. എൻ്റെ നിലനിൽപ്പാണ് എൻ്റെ വിഷയം. കാരണം ഇതിനകത്ത് നിന്നിട്ട് ഇനി ഒരു കാര്യവുമില്ല. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സാധനത്തിന് കഴിഞ്ഞ ലോക്സഭയ്ക്ക് ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഇനിയൊരു കാലം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ല എന്ന് ഒരുമാതിരി തലയ്ക്ക് മൂളയുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം മനസ്സിലായി. അല്പം തലയ്ക്ക് മൂളയില്ലാത്ത ഷിബു സോറനും അല്ലെങ്കിൽ ഒക്കെ മനസ്സിലാവുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛന് ഭാരതരത്നം കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ നോക്കൂ, ഇത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയുള്ള സന്ദേശമാണ്. കാരണം ഹേമന്ത് സോറൻ ഇപ്പോൾ ജാർഖണ്ഡിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ശക്തിസ്തൂപമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് ഇന്ത്യ സഖ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും തോന്നുമായിരുന്നു. കാരണം ജാർഖണ്ഡിൽ അങ്ങനെ വലിയ സ്വാധീനമില്ലാത്ത പല സ്ഥലത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പലർക്കും സീറ്റ് കൊടുക്കാനായിട്ട് ഹേമന്ത് സോറൻ തയ്യാറായി. പക്ഷേ ഹേമന്ത് സോറൻ്റെ പാർട്ടിക്ക് ബീഹാറിൽ മത്സരിക്കാൻ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് സീറ്റ് നൽകുകയില്ല. അവരെ അവഗണിച്ചു, അവരെ പുറത്താക്കി. അങ്ങനെ അവരെ പുറത്താക്കുന്ന സമയത്ത് എന്തെങ്കിലും തലക്ക് വെളിച്ചമുള്ള രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർ കരുതിയിരിക്കേണ്ടതാണ്. ഇതിന് പണി വരും. അങ്ങനെ പണി വന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാരണം അതാണ്. പക്ഷെ നമുക്കറിയാം, നാട്ടുകാർക്കറിയാം അതല്ല കാരണം എന്നുള്ളത്. NDA സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് അവർക്കെതിരായിട്ട് ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്ത് അധികാരത്തിൽ ഏത് പാർട്ടി വരുന്നുണ്ടോ ആ പാർട്ടിയെ പിളർക്കുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പലതരം ടൂളുകൾ അവരുടെ കയ്യിലുണ്ട്. അതിൽ ഒന്നാണ് ഈ CBI, മറ്റൊന്നാണ് ED, പിന്നെ ഇൻകം ടാക്സ്. എന്തൊക്കെ വേണം അതെല്ലാം അവരെടുത്ത് പ്രയോഗിക്കും. അപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുമ്പിൽ ഹേമന്ത് സോറൻ യഥാർത്ഥത്തിൽ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അങ്ങനെ കേസ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ എടുത്താൽ ആ മുഖ്യമന്ത്രി 31 ദിവസം കഴിഞ്ഞതിന് ശേഷം രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഒരു നിയമവും പാസ്സാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ കേസെടുക്കും. കേന്ദ്ര ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനോട് പറയുന്നത് എടുക്കൂ കേസ്, ഹേമന്ത് സോറൻ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ കേസെടുത്ത് മാത്രമല്ല, ഏതാണ്ട് 8.6 ഏക്കർ അനധികൃതമായിട്ട് അയാൾ കട്ടെടുത്തു എന്നുള്ളതിന് മറ്റൊരു കേസും വരുന്നുണ്ട്. കേസുകളിങ്ങനെ വരും. കാരണം ഇവരൊക്കെ പലരും അഴിമതിക്കാരൊക്കെ തന്നെയാണ്. ആ അഴിമതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് ഉള്ള മാർഗം എന്ന് പറയുന്നത് നേരിട്ട് NDAയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ ഇത് കണ്ടതാണ്. അജിത് പവാറും സംഘമൊക്കെ കൂട്ടമായിട്ട് കൂടിച്ചേർന്നത് ഈ കേസുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ കേസ് എടുക്കുകയും കേസിൽ പ്രതിയായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് വെറുതെ എടുക്കുന്നതല്ലേ. ഇവന്മാരൊക്കെ ശരിക്കും കള്ളന്മാരാണ്. അതെ. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഹേമന്ത് സോറനോട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പനയോടുമൊക്കെ ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ BJP നേതൃത്വവും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും നൽകിയ വാഗ്ദാനം ഇതാണ്: നീ ഇങ്ങോട്ട് പോര്, ഇതിൻ്റെ കൂടെ നിൽക്ക്, എല്ലാ കേസും ഒഴിവാക്കി തരാം. അത് മാത്രമല്ല, ഷിബു സോറൻ എന്ന് പറയുന്ന നിങ്ങളുടെ പിതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് നമുക്ക് ഭാരതരത്നം കൊടുത്തു. വലിയ ഒരു അഴിമതിക്കാരനും കള്ളനുമൊക്കെ ഇന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ആൾക്ക് ഭാരതരത്നം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഭാരതരത്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ന മെസ്സേജ് കൂടിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് കൊടുക്കാം എന്ന് പറയുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ഹേമന്ത് സോറൻ്റെ വിഷയങ്ങളൊക്കെ അവസാനിക്കണേ. അയാളെന്തിനാ ഈ പാടുവിട്ട് നടക്കണേ? ഇവന്മാരോട് നടന്ന അവകാശപ്പെട്ട അല്ലെ അർഹപ്പെട്ടതായിട്ടുള്ള അവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറില്ലാത്ത ആൾക്കാരാണ്. ബീഹാറിൽ എന്താണ് ഇവർ ചെയ്തത്? ചതിയാണ് ചെയ്തത്. അങ്ങനെ ചതിക്കുന്ന ആളുകളുടെ ഒപ്പം നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഉപകാരങ്ങൾ നൽകുന്ന ആളുകൾക്കൊപ്പം നടക്കുകയും ഉപകാര സ്മരണയായി അവർക്കൊപ്പം അവരുടെ ഭാഗത്ത് നിൽക്കുന്ന സർക്കാരായി മാറുന്നതിൽ എന്താണ് തകരാറ്? 81 അംഗ നിയമസഭയിൽ
ഇവർക്കുള്ളത് 34 സീറ്റുകളാണ്. കോൺഗ്രസിന് 16 സീറ്റുണ്ട്, ഇടതുപക്ഷത്തിന് 1-2 സീറ്റൊക്കെ. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഭരണമാണെങ്കിൽ പോലും ആ ഭരണം ഈ രീതിയിൽ പ്രശ്ന കലുഷിതമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കേസൊക്കെ എടുത്ത് പിടിച്ച് ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് നേരത്തെ ഇതുപോലെ BJPക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുള്ളവരാണ് ഹേമന്ത് സോറൻ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടാനും പീഡിപ്പിക്കാനും ഒക്കെ BJP സർക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. അതിനെതിരെ കടുത്ത പോരാട്ടമൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ ശത്രുക്കൾ തമ്മിൽ ചില സമയത്ത് എന്ത് ചെയ്യാം, ഒന്നിക്കാം, മിത്രങ്ങളാകാം, ഒന്നിക്കാം. ഗുണമുണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. മറ്റിടത്ത് ഗുണമില്ലെന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കപ്പെട്ടായിരുന്നു. മാത്രമല്ല ഇനിയും BJP സർക്കാർ ഹേമന്ത് സോറനും കുടുംബത്തിനുമെതിരായിട്ട് കടുത്ത നിലപാടുകളും കേസും കുട്ടീശ്വരങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സഹായിക്കാനായിട്ട് ഈ ഇന്ത്യ സഖ്യക്കാരും വരില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇന്ത്യ സഖ്യക്കാർ സാറി പറഞ്ഞ ഇന്ത്യ സഖ്യക്കാർ ആരും വരില്ല എന്നുള്ളതല്ല, അവർക്ക് വരുന്നിട്ടും കാര്യമില്ല, അവർക്ക് അതിനുള്ള ബലമില്ല. രണ്ടാമത് ഈ പറയുന്ന ഹേമന്ത് സോറൻ ഇപ്പം ശകലം ബുദ്ധിയുണ്ട്. നേരത്തെ ബുദ്ധിയില്ലാത്ത ആളാന്ന് പറഞ്ഞത്. കാരണം ഇയാളുടെ അച്ഛനെ ഈ പണ്ട് പാർലമെന്റിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഭയങ്കര ഇട്ടാണ്, അങ്ങനെയാണ് പിടിക്കുന്നത്. ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇനിയൊരു അറസ്റ്റ് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിനകത്ത് ഏജൻസി എടുത്ത് 10-30 കൊല്ലം പിടിച്ചകത്ത് വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട, അതിന് വഴി ഉണ്ടാവേണ്ട ഒരു മാർഗ്ഗം കണ്ടിട്ടുണ്ടല്ലോ. കയറാൻ ഇരിക്കുന്ന കുരങ്ങിന് ഒരു ഏണി എന്ന് പറയുന്ന കണക്കാണ്. ബീഹാറിൽ ഞങ്ങൾക്ക് തന്നില്ലല്ലോ, ഇയാളുടെ കൂടെ നിന്ന് ഇത്ര നേരം നിന്നിട്ട് കാര്യമില്ല. മാത്രമല്ല BJP വലിയ കളിയാണ് സാറേ കളിക്കുന്നത്. BJP കടന്നു ചെല്ലാൻ പറ്റാത്ത സംസ്ഥാനങ്ങളാണ്. ഒന്ന് പശ്ചിമ ബംഗാൾ, ഒന്ന് ബീഹാർ. ഈ പറയുന്ന ഹേമന്ത് സോറൻ്റെ അടുത്ത് എത്രയായാലും ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അവിടെ അവരുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇയാൾ എത്ര അഴിമതിക്കാരനാണെങ്കിൽ ഇയാളുടെ ഒരു പാർട്ടിക്ക് അവിടെ സ്വാധീനമുണ്ട്. പക്ഷേ അവിടേക്ക് BJP വേറെ ലൈനിൽ കൂടെ വരുമോ? ഇപ്പോൾ തന്നെ ബീഹാറിൽ വേറെ ലൈനിൽ കൂടെ വരികയാണ്. അവിടെ യഥാർത്ഥത്തിലുള്ള പണ്ടത്തെ പൊളിറ്റിക്സും മതം അല്ലെങ്കിൽ ഹിന്ദു ഒന്നും അല്ലല്ലോ വന്നേ. അവിടെ ജാതിയെ പറഞ്ഞില്ലല്ലോ ബീഹാർ, ശ്രദ്ധിച്ചായിരുന്നു BJP. അപ്പോൾ ഇവിടെ ഹേമന്ത് സോറനെ പിടിച്ചിട്ട് അവിടെ അവരുടെ സ്വാധീനം ഉറപ്പിക്കുക, കാലം കഴിയുമ്പോൾ BJP ആവുക. അപ്പം BJP വളരെ കൃത്യമായിട്ട് അവർക്കറിയാവുന്ന പോലെ രാഷ്ട്രീയം അവർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കളിച്ച് സാറി പറഞ്ഞ പോലെ എല്ലാ പ്രദേശവും, ഇനിയിപ്പോൾ എനിക്ക് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ 1-2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ തീരുമാനത്തോടുകൂടി ഒരു സംസ്ഥാനം, ഒരു കൊച്ചു സംസ്ഥാനം, കേരളത്തെക്കാട്ടും വലുത് 81 സീറ്റുണ്ട്, കൊച്ചു സംസ്ഥാനം കൂട്ടി പൂർണ്ണമായിട്ട് 21 സീറ്റ് ഇപ്പോഴും BJPക്ക് അവിടെ ഉണ്ട്. അടുത്ത പ്രാവശ്യം അവർക്ക് ഒരു പക്ഷേ മാത്രമായിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഗവൺമെൻറ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ടും തകരുന്നു എന്നുള്ളതിന് തെളിവും കൂടിയാണ് നമുക്ക് ഈ ഒരു മാറ്റത്തിൽ മനസ്സിലാവുന്നത്. ഇന്ത്യ മുന്നണിക്ക് ശക്തമായിട്ടുള്ള നേതൃത്വമോ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതികളോ ഇല്ലാത്തിടത്തോളം കാലം അവർക്കൊരു മുന്നണി എന്ന നിലക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അത് ഓരോ ഘട്ടങ്ങളിലും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബീഹാറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ബീഹാറിലെ ജനങ്ങൾ വളരെയധികം പ്രതിപക്ഷ മനസ്ഥിതിയുമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് 37% വോട്ട് ഇവിടെ അവർക്ക് നേടാനായിട്ട് കഴിയും. പക്ഷേ BJP ചെയ്തത് എന്താണ്? BJPക്ക് ഒറ്റയ്ക്ക് അവിടെ ഒരിക്കലും ബീഹാറിൽ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് പതുക്കെ അവർ ബീഹാർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഭ്യന്തരമന്ത്രി പദം BJP പിടിച്ചെടുത്ത അവിടെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഭരണം അവരുടെ കയ്യിലായി. നിതീഷ് കുമാർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോയിക്കൊള്ളും. അത് കഴിഞ്ഞാൽ പിന്നീട് BJPക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എല്ലാ അവതാര രൂപവുമായിട്ട് ബീഹാറിൽ ഇറങ്ങാനും ബീഹാർ അവർക്ക് സ്വന്തമാക്കാനും കഴിയും. അതാണ് അവരുടെ ഒരു പോളിസി. ഇവിടെ ശരിയാണ്, ജാർഖണ്ഡിൽ ഒരിക്കലും കയറാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് ജാർഖണ്ഡിൽ കയറാനായിട്ടുള്ള ഏണി എന്ന് പറയുന്നത് ഹേമന്ത് സോറൻ വഴി തന്നെയാണ്. കയറി കുറേ കഴിഞ്ഞ സമയത്ത് ഹേമന്ത് സോറനെ ഞെരുക്കി പിന്നെ പതുക്കെ BJP എന്ത് ചെയ്യുന്നത് അങ്ങ് വിഴുങ്ങും. അങ്ങനെ അത് BJPയുടെ കീഴിലാണ്. പല തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ആണ് പല സ്ഥലങ്ങളിലും ഒരു അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലിരിക്കുന്ന ED. നമുക്കൊരിക്കലും മനസ്സിലാക്കാത്ത കേരളത്തിൽ എന്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ അങ്ങനെ അത്തരം പ്രയോഗങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ അവർ തമ്മിൽ അന്തർധാരയുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും BJP വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തന്ത്രം, അതിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് സ്ട്രാറ്റജി. ഒന്നിൽ നാക്കിക്കൊല്ലും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലും. എന്തെങ്കിലും ഉറപ്പായിട്ടുള്ളൊരു കാര്യം അല്ലേ നമ്മുടെ കൂടെ. അതാണ് ഇപ്പം സംഭവിച്ചിട്ട്. ABC-ക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.